റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഔദ്യോഗിക കണക്കുകളുടെ വിശകലനമനുസരിച്ച് 2030 വരെ ഉൽപാദനക്ഷമതയിൽ ഇടിവ് തുടർന്നാൽ പൊതുമേഖലയിലുടനീളം 92,000 അധിക തൊഴിലാളികളെ നിയമിക്കാൻ നിർബന്ധിതരാകുമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ് അഭിപ്രായപ്പെട്ടു. ഇതിനായി 5 ബില്യൺ പൗണ്ടിലധികം ചെലവഴിക്കേണ്ടി വരുമെന്നും അഭിപ്രായത്തിൽ ഉന്നയിച്ചു. സാമ്പത്തിക കൺസൾട്ടൻസിയായ സെന്റർ ഫോർ എക്കണോമിക്സ് ആൻഡ് ബിസിനസ് റിസർച്ച് കഴിഞ്ഞ വർഷം ശരാശരി പൊതുമേഖലാ തൊഴിലാളിയുടെ ഓരോ മണിക്കൂറിലും ഉൽപ്പാദിപ്പിക്കുന്ന അളവിൽ ഇടിവുണ്ടായതിനെ തുടർന്ന് അതേ നിലവാരത്തിലുള്ള സേവനം കൈവരിക്കുന്നതിന് ദശാബ്ദത്തിന്റെ അവസാനത്തോടെ കൂടുതൽ തൊഴിലാളികളെ ആവശ്യമായി വരുമെന്ന് പറഞ്ഞിരുന്നു. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള ഏറ്റവും പുതിയ കണക്കുകൾ ഉപയോഗിച്ച് 2023 0.2% ഇടിവിന് ശേഷം 2024 പൊതുമേഖലയിലുടനീളം ഉൽപ്പാദനക്ഷമതയിൽ 0.3% ഇടിവ് പാൻഡമിക്കിന് മുമ്പുള്ള നിലവാരത്തേക്കാൾ കുറവാണെന്ന് കാണിക്കുന്ന കണ്ടെത്തലുകളിൽ മന്ത്രിമാർ ആശങ്കാകുലരാകണമെന്ന് കൺസൾട്ടൻസി വ്യക്തമായി അഭിപ്രായപ്പെട്ടു. പാർലമെന്റിന്റെ ശേഷിക്കുന്ന ഭാഗത്തേക്ക് ഈ മാന്ദ്യം തുടരുകയാണെങ്കിൽ ട്രഷറി മണിക്കൂറുകളിലെ കുറവ് നികത്താൻ 5.1 ബില്യൺ പൗണ്ട് അധിക ചെലവിൽ 92,000 തൊഴിലാളികളെ നിയമിക്കേണ്ടതുണ്ട് എന്നും സെബർ കണക്കാക്കുന്നു. തൊഴിലാളികളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും സേവന നിലവാരത്തിലെ കുറവ് അംഗീകരിക്കുകയും ചെയ്യുക എന്നാണ് ഒരു ബദൽ മാർഗമെന്നും കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. ഉൽപ്പാദനക്ഷമത നേരിട്ട് അഭിസംബോധന ചെയ്യുക, നൈപുണ്യ വികസനം, പ്രവർത്തന മാറ്റങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴി ഓരോ തൊഴിലാളിയുടെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ളതെന്നും പറഞ്ഞു. ശരത്കാല ബജറ്റിന് മുമ്പ് ദൈനംദിന ചെലവുകൾ പരിമിതപ്പെടുത്താൻ റീവ്സ് സമ്മർദ്ദത്തിലാണ്. ജൂൺ 11 പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ഒരു ചെലവ് അവലോകനം അടുത്ത 3 വർഷത്തേക്കുള്ള സർക്കാരിന്റെ മുൻഗണനകൾ വ്യക്തമാക്കുമെന്നും പറയപ്പെടുന്നു. ബ്രെക്സിറ്റിന് ശേഷമുള്ള ബന്ധങ്ങളിൽ ഒരു നാഴികക്കല്ല് പുനഃസ്ഥാപിക്കുന്നതിനായി ലണ്ടനിൽ നടക്കുന്ന ഉച്ചകോടിയിൽ സർ കെയർ സ്റ്റാർമർ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധം, വ്യാപാരം, മത്സ്യബന്ധന അവകാശങ്ങൾ, യുവജന മൊബിലിറ്റി സ്കീം എന്നിവ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തതോടെ യുകെയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെ തുടർന്നു. ഒരു കരാറിൽ ഏർപ്പെടാൻ ലക്ഷ്യമിടുന്നതിനാൽ സർ കെയർ 4 ദിവസത്തിനുള്ളിൽ 2ാം തവണയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനുമായി കൂടിക്കാഴ്ച നടത്തും. വലിയ പുരോഗതി കൈവരിച്ചതായി സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. എന്നാൽ കൺസർവേറ്റീവ് നേതാവ് കെമി ബാഡ്നോക്കും റിഫോം യുകെ നേതാവ് നിഗൽ ഫാരേഗും ഈ കരാറിനെ കീഴടങ്ങൽ എന്നാണ് വിശേഷിപ്പിച്ചത്. ഉള്ളടക്കം അജ്ഞാതമാണ് എങ്കിലും അവർ അങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ ആഗ്രഹിച്ചതെന്നും വ്യക്തമാക്കുന്നു. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ UK കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് മദ്യവും കാറുകളും മറ്റുൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നത് വളരെ എളുപ്പമാവുകയാണ്. ഇതോടൊപ്പം വസ്ത്രങ്ങൾ, പാദരക്ഷകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് UKയിലേക്കുള്ള കയറ്റുമതിയുടെ നികുതി കുറയുകയും ചെയ്യും. ഈ കരാർ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അതുകൊണ്ട് തന്നെ UKയിലെ ജനങ്ങൾക്ക് പ്രയോജനം നൽകുന്നതാണെന്നും പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പറയുന്നു. കഴിഞ്ഞ വർഷം UKയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം 42.6 ബില്യൺ പൗണ്ടായിരുന്നു. കരാർ നിലവിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2040 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 68 ബില്യൺ പൗണ്ടിൽ അധികം ആകുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ കരാർ നിലവിൽ വരുന്നതിനോട് ഇന്ത്യയിലെ ആഭ്യന്തര മദ്യ ഉത്പാദകർ കടുത്ത ആശങ്കയിലാണ്. വിദേശ മദ്യത്തിന്റെ ഇറക്കുമതി തീരുവ കുറയുന്നത് ആഭ്യന്തര ഉത്പാദകരെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. കരാർ പ്രകാരം UK നിർമ്മിത വിസ്കിക്കും ജിന്നിനുമുള്ള താരിഫ് തുടക്കത്തിൽ 150% നിന്ന് 75% കുറച്ചേക്കാം. ഒടുവിൽ 10 വർഷത്തിനുള്ളിൽ അത് 40% കുറയും. ഈ ഘട്ടം ഘട്ടമായുള്ള കുറവ് ബ്രിട്ടീഷ് ബ്രാൻഡുകൾക്ക് ഗണ്യമായി ഗുണം ചെയ്യുമെന്നും പറയപ്പെടുന്നു. ബ്രിട്ടനിൽ പാർക്കിംഗ് ഫൈൻ 75% വർദ്ധിപ്പിക്കാനുള്ള നീക്കം. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പാർക്കിംഗ് ടിക്കറ്റുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ക്യാപ് റദ്ദാക്കൽ ആലോചിക്കുന്നതായി മന്ത്രിമാർ വ്യക്തമാക്കിയതോടെയാണ് ഇക്കാര്യം പുറത്തായത്. ഡ്രൈവർമാരെ എല്ലാ രീതിയിലും പിഴിഞ്ഞെടുക്കുകയാണ് അധികൃതർ. ലണ്ടന് പുറത്തുള്ള ലോക്കൽ അതോറിറ്റികൾക്ക് കീഴിൽ പിഴ 70 പൗണ്ടിൽ നിന്ന് 120 പൗണ്ടിലേറെ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് പങ്കുവച്ചിരിക്കുന്നത്. പാർക്കിംഗ് ഇൻഡസ്ട്രിയും ധനക്കമ്മി നേരിടുന്ന കൗൺസിലുകളും ഈ നീക്കത്തിന് അനുകൂലമാണ്. ഇത് ഡ്രൈവർമാർക്കെതിരായ ലേബർ യുദ്ധമാണെന്ന് ടോറികൾ കുറ്റപ്പെടുത്തി. കൗൺസിലുകളുടെ ബഡ്ജറ്റ് കമ്മി കുറയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ അണിയറ നീക്കമെന്നാണ് വിമർശനം. ലേബർ മോട്ടോറിസ്റ്റുകൾക്ക് എതിരായ യുദ്ധം നടത്തുകയാണ്. പാർക്കിംഗ് ചാർജുകൾ ആരും അറിയാതെ കൂട്ടാനായിരുന്നു ശ്രമം. ഷോപ്പുകളിൽ മോഷണം നടത്തുന്നവരെ പോലും ഇതുപോലെ പിഴിയുന്നില്ല. ഇത് അധ്വാനിക്കുന്ന ജനങ്ങൾക്കുള്ള അടിയാണ്. റേച്ചൽ റീവ്സിന്റെ നികുതികൾ ജോലികളെ ബാധിക്കുമ്പോഴാണ് ഈ തിരിച്ചടി. കൺസർവേറ്റീവ് ലോക്കൽ ഗവൺമെന്റ് വക്താവ് കെവിൻ ഹാളിൻഡെ വിമർശിച്ചു. ലോക്കൽ അതോറിറ്റികൾക്ക് കൂടുതൽ പണം ആവശ്യമായി വന്നാൽ പിഴിയാനുള്ള ആളുകളായി ഡ്രൈവർമാർ മാറിയെന്ന് AA പ്രസിഡന്റ് എഡ്മണ്ട് കിങ്ങും പറഞ്ഞു. പാർക്കിംഗ് ഫൈനുകൾ കടയിലെ മോഷണത്തേക്കാൾ വലിയ പിഴയായി മാറുന്ന അവസ്ഥയാണിത്. കുറ്റത്തിനനുസരിച്ചുള്ള പിഴയാണ് ഈടാക്കേണ്ടത്, അല്ലാതെ കൗൺസിലിന് ആവശ്യമുള്ള പണത്തിന്റെ തോത് നോക്കി ഇത് നിശ്ചയിക്കരുത് എന്നും AA അഭിപ്രായപ്പെട്ടു. സൗത്താംപ്ടണിൽ അകാലത്തിൽ മരണത്തിന് കീഴടങ്ങിയ 42 വയസ്സുകാരൻ ഷിൻഡോയ്ക്ക് വിട പറയാനൊരുങ്ങി UK മലയാളി സമൂഹം. മെയ് 21 ബുധനാഴ്ചയാണ് ഷിൻഡോയുടെ ശവസംസ്കാര ശുശ്രൂഷകൾ തീരുമാനിച്ചിരിക്കുന്നത്.
സൗത്താംപ്ടണിലെ സെന്റ് വിൻസെന്റ് ഡീപോൾ പള്ളിയിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. ഉച്ചയ്ക്ക് 12 മണി മുതൽ UK മലയാളികൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. 12:30 മുതൽ സെന്റ് വിൻസെന്റ് ഡീപോൾ ചർച്ചിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. 2:30 ഹോളിബ്രൂക്ക് സെമിത്തേരിയിൽ ശവസംസ്കാരവും നടക്കും. ഇക്കഴിഞ്ഞ പെസഹ ദിവസം ഷിൻഡോ ഐൽ ഓഫ് വൈറ്റിൽ ജോലി ചെയ്യുന്നതിനിടെ ഹൃദയസ്തംഭനം മൂലം മരണപ്പെടുകയായിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനടുത്ത് താമസിക്കുന്ന ഹോട്ടലിൽ വെച്ചാണ് ഷിൻഡോയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പുറവയിൽ സ്വദേശിയായ ഷിൻഡോ 3 വർഷം മുമ്പ് മാത്രമാണ് UK എത്തിയത്. ഷിൻഡോയ്ക്ക് ഭാര്യ റിയയും 13ഉം 10ഉം വയസ്സുള്ള 2 പെൺമക്കളുമുണ്ട്. കേരള ഏജൻസി ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ഷിൻഡോയ്ക്ക് കഴിഞ്ഞ ജനുവരി മുതലാണ് ഐൽ ഓഫ് വൈറ്റിൽ സ്ഥിരമായുള്ള ജോലി ലഭ്യമായത്. ഇനി നാട്ടിലെ വാർത്തകൾ. കുടിശ്ശികയുള്ള ഒരു ഗഡുവും മെയ് മാസത്തെ ഗഡുവും ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം 21 മുതൽ ആരംഭിക്കും. 50 ലക്ഷത്തോളം ആനുകൂല്യധാരികൾക്ക് ഓരോരുത്തർക്കും 3200 രൂപ വീതം ലഭിക്കും. പദ്ധതിക്ക് ആവശ്യമായ 1850 കോടി രൂപ സർക്കാർ അനുവദിച്ചു. നിലവിൽ എല്ലാ മാസവും സ്ഥിരമായി ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ്. കഴിഞ്ഞ വർഷത്തിലുണ്ടായ കുടിശ്ശികയിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ ഇതിനോടൊപ്പം നൽകാനാണ് തീരുമാനം. ശേഷിക്കുന്ന 2 ഗഡുകളിൽ ഒരേ തുടർച്ചയായി വിതരണം നടത്താനാണ് സർക്കാർ നീക്കം. പെൻഷൻ വിതരണം സുഗമമായി നടത്താൻ സാമൂഹിക സുരക്ഷാ വകുപ്പ് അത്യന്തം കൃത്യതയോടെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ട് മുഖേനയും മറ്റും ഈ തുക നേരിട്ട് പ്രയോജനഭോക്താക്കളുടെ കൈവശം എത്തിക്കും. അർഹതാപ്രാപ്തരായവർക്ക് സംശയമില്ലാതെ പെൻഷൻ ലഭ്യമാക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അധികൃതർ വ്യക്തമാക്കുന്നു. പുതിയ അധ്യയന വർഷം തുടങ്ങാൻ ഇനി 13 ദിവസം മാത്രം ബാക്കി നിൽക്കെ അടുത്ത മാസം 2-ന് സ്കൂൾ തുറക്കുമ്പോൾ പുതിയ യൂണിഫോം ധരിച്ച് കുട്ടികൾക്ക് സ്കൂളിൽ എത്താനാകുമെന്ന് ഇപ്പോഴും ഉറപ്പില്ല. സർക്കാരിന്റെ സൗജന്യ യൂണിഫോം വിതരണം എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് കാര്യം. കൈത്തറി വസ്ത്രങ്ങളാണ് യൂണിഫോമിന് നൽകുന്നത്. പുതിയ അധ്യയന വർഷത്തെ സൗജന്യ യൂണിഫോം പദ്ധതി ഇക്കഴിഞ്ഞ ഏപ്രിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ വർഷം സൗജന്യ യൂണിഫോം വിതരണം വൈകിയിരുന്നില്ല. സ്കൂൾ തുറക്കുന്നതിന് മുൻപായി ഭൂരിഭാഗം സ്കൂളുകളിലും യൂണിഫോം എത്തിയിരുന്നു. ഇത്തവണ വൈകാതിരിക്കാനാണ് പദ്ധതി നേരത്തെ ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനതല ഉദ്ഘാടനം നടന്നല്ലാതെ വിതരണത്തിന് നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് സ്കൂൾ പ്രഥമാധ്യാപകർ പറയുന്നു. സർക്കാർ സ്കൂളുകളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും എയ്ഡഡ് സ്കൂളുകളിൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുമാണ് 2 ജോഡി യൂണിഫോം നൽകുക. SSK, BRC, പട്ടികജാതി വകുപ്പുകൾ മുഖേനയാണ് വിവിധ സ്കൂളുകൾക്ക് യൂണിഫോം വിതരണം ചെയ്യുന്നത്. അടുത്ത ആഴ്ചകളിൽ വസ്ത്രങ്ങൾ ലഭിച്ചാൽ തന്നെ തയ്യൽ കഴിയുമ്പോഴേക്കും ജൂൺ പകുതിയെങ്കിലും ആകുമെന്ന് അധ്യാപകർ പറയുന്നു. കൊട്ടാരക്കരയിൽ നിന്നും പുതിയ 3 ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ സർവീസ് ആരംഭിച്ചു. മന്ത്രി KN ബാലഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് കൊട്ടാരക്കര KSRTC ഡിപ്പോയിൽ നിന്നും 3 പുതിയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ സർവീസ് ആരംഭിച്ചത്. രാവിലെ 4:30 കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച് അടൂർ, കോട്ടയം, ഏറ്റുമാനൂർ, പാലാ വഴി 8:45 തൊടുപുഴയിലെത്തും. വിധവും പുത്തൂർ, ചക്കുവള്ളി, ചാരുമൂട്, കറ്റാനം, മാന്നാർ, പരിമല, തിരുവല്ല വഴി 9:20 കോട്ടയത്ത് എത്തും വിധവും പുത്തൂർ, ഭരണിക്കാവ്, കരുനാഗപ്പള്ളി, കായംകുളം, ഹരിപ്പാട്, ആലപ്പുഴ, ചേർത്തല വഴി 9:30 എറണാകുളത്ത് എത്തും വിധവുമാണ് പുതിയ സർവീസുകൾ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായ കോഴിക്കോട് നഗരത്തിലെ പുതിയ സ്റ്റാൻഡിലെ കെട്ടിടത്തിലെ വസ്തുക്കളിൽ നിന്ന് ഇപ്പോഴും പുക ഉയരുന്നു. ഫയർഫോഴ്സ് സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. ടെക്സ്റ്റൈൽസും ഗോഡൌണും പൂർണ്ണമായി കത്തിനശിച്ചു. 10 മണിക്കൂറിന് ശേഷമാണ് തീ അണച്ചത്. തീ പടർന്നത് എവിടെ നിന്ന് എന്നത് സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അട്ടിമറി സാധ്യതയും പരിശോധിക്കും. കെട്ടിടത്തിന്റെ ഘടനയാണ് വെല്ലുവിളിയായതെന്നും കെട്ടിടത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതും പ്രധാനമാണ്. ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയായിരുന്നു കെട്ടിടം പ്രവർത്തിച്ചിരുന്നത്. അശാസ്ത്രീയ നിർമ്മാണം തീയണയ്ക്കുന്നതിന് തടസ്സമായി 3 മണിക്കൂറിന് ശേഷമാണ് ഫയർഫോഴ്സ് 2ാം നിലയിൽ എത്താനായത്. 50 കോടി നാശമുണ്ടായെന്ന് പ്രാഥമിക നിഗമനം. പുതിയ ബസ് സ്റ്റാൻഡിൽ ഇന്നും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണിയോടെയാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വസ്ത്രവ്യാപാരശാലയിൽ തീപിടുത്തമുണ്ടായത്. കട തുറന്നു പ്രവർത്തിച്ചിരുന്നു. നിരവധി ആളുകൾ കെട്ടിടത്തിലുണ്ടായിരുന്നു. തീ പടരാൻ തുടങ്ങിയതോടെ എല്ലാവരെയും ഒഴിപ്പിക്കുകയായിരുന്നു. 1ാം നിലയിലും 2ാം നിലയിലും മുഴുവൻ തീ പടർന്നു പിടിച്ചു. ഇനി സ്പോർട്സ് വാർത്തകൾ. ഒർലാൻഡോ സിറ്റിയോട് സ്വന്തം തട്ടകത്തിൽ 3-0 നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയതോടെ ഹാവിയർ മെഷാരോണയുടെ കീഴിലുള്ള ഇന്റർ മയാമിയുടെ അവരുടെ മോശം ഫോം തുടർന്നു. അവസാന 7 മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം മാത്രം നേടിയ മയാമി ടേബിളിൽ 12ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇത് അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളെ ആശങ്കയിലാക്കി. ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും ഉണ്ടായിരുന്നിട്ടും മിയാമിയുടെ ആക്രമണത്തിലെ മൂർച്ചയില്ലായ്മ ഈ മത്സരം തുറന്നുകാട്ടി. മെസ്സിക്ക് കളിയിലുടനീളം കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ആയതുമില്ല. ശനിയാഴ്ച നടന്ന ആവേശകരമായ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബംഗ്ലാദേശിനെ 4-3 പരാജയപ്പെടുത്തി ഇന്ത്യ സാഫ് അണ്ടർ 19 ചാമ്പ്യൻഷിപ്പ് കിരീടം നിലനിർത്തി. പതിവ് സമയത്ത് 1-1 മത്സരം അവസാനിച്ചു. ക്യാപ്റ്റൻ സിഗ്മയുടെയും ഷാമിയുടെയും നിർണായക ഗോളുകൾ കളിയിലും ഷൂട്ടൌട്ടിലും ലഭിച്ചു. 2ാം മിനിറ്റിൽ തന്നെ 30 യാർഡ് അകലെ നിന്ന് ഷാമി ഒരു അതിശയകരമായ ഫ്രീ കിക്ക് നേടി ബംഗ്ലാദേശ് ഗോൾ കീപ്പറെ മറികടന്നതോടെ ഇന്ത്യ ലീഡ് നേടി. ഇന്ത്യയുടെ ആദ്യകാല ആധിപത്യം ഉണ്ടായിരുന്നിട്ടും ബോക്സിൽ ഒരു സ്ക്രാമ്പിളിനു ശേഷം 61ാം മിനിറ്റിൽ MT ജോയ് അഹമ്മദിലൂടെ ബംഗ്ലാദേശ് സമനില നേടി. ടൂർണമെന്റിൽ ഇന്ത്യ വഴങ്ങിയ ആദ്യ ഗോളായിരുന്നു ഇത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 113.68 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.